നമസ്കാരം. ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഇലക്ഷൻ സമയത്താണ് വേദിയിൽ, ഒരു ഇലക്ഷൻ പ്രചരണ വേദിയിൽ, ഒരു കൺവെൻഷനിൽ സീറ്റ് കൊടുത്തില്ല, സീറ്റിലേക്ക് വിളിച്ചില്ല, വേദിയിലേക്ക് വിളിച്ചില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ നമ്മുടെ സന്ദീപ് വാര്യർ BJP വിട്ടുപോവുകയും പിന്നെ അത് കോൺഗ്രസിലേക്ക് ചേരുകയും ഒക്കെ ചെയ്തത്. ആ സന്ദീപ് വാര്യർ വളരെ ആവേശത്തോടെ പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹം വിട്ടുപോയത് കൂടി കൊണ്ടാണ് ഇതാ BJPയുടെ ഒരു വള്ളം കൗൺസിലർമാർ കൂടെ പോകുമ്പോൾ വലിയ ചർച്ചയൊക്കെ നടന്നു. പക്ഷെ ആരും പോയില്ല, കൂടെ ആരും പോയില്ല, ഒരു കൗൺസിലറും പോയില്ല. അപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞു, പാലക്കാട് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായ യുവ MLA, ഇപ്പോൾ പ്രതിയായി നിൽക്കുന്ന അല്ലെങ്കിൽ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന യുവ MLA ജയിക്കുന്നതിൽ സന്ദീപ് വാര്യരുടെ റോൾ വളരെ വലുതായിരുന്നു. ഇപ്പോൾ സന്ദീപ് വാര്യർ എവിടെ? മൗനമല്ലയോ? എന്തോ ഒരു തള്ളാണ് തള്ളിയത് നമ്മുടെ പത്മജ വേണുഗോപാലിനെതിരെയും BJPക്കാർക്കെതിരെയും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയും ഒക്കെ എന്തൊരു തള്ളാണ് തള്ളുന്നത്. ഗോവിന്ദമാഷിനെതിരെയൊക്കെ എന്തൊരു ബഹളമാണ് ഉണ്ടാക്കുന്നത്. ആ ബഹളമുണ്ടാക്കിയ സന്ദീപ് വാര്യർ ഇപ്പോൾ എവിടെയാണ്? മൗനമുണ്ടോ? കൂട്ടുകാരൻ ഈ ചതിയിൽ ചെന്ന് വിടുമ്പോൾ, ചതിയെന്ന് തന്നെ പറയുന്നു അവർ, കൂട്ടുകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചതിയിലാണെങ്കിൽ കൂടെ നിന്ന് രക്ഷിക്കണ്ടേ? എവിടെ പോയി? പാലക്കാട് അതോ നിങ്ങൾ പാത്തിരിക്കുകയാണോ? നിങ്ങളും കൂടെ ആണോ ഇതൊക്കെ ചെയ്തു കൊടുത്തത്? കാരണം പാലക്കാട് ഇദ്ദേഹം വീണാൽ, യുവനേതാവ് വീണാൽ അടുത്ത് നിങ്ങൾക്കാണ് സീറ്റ് കിട്ടാൻ സാധ്യത എന്നുള്ള നിലയിൽ നിങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ടോ? എന്താണ് താങ്കളുടെ മൗനം എന്നുള്ളത് അറിയാൻ താല്പര്യമുണ്ട്. കാരണം താങ്കൾ മുട്ടിന് വാഴ വെട്ടുന്നത് പോലെയും പുതിയ വാഴ തൈ വയ്ക്കുന്ന പോലെയും വളരെ വ്യാപകമായിട്ടാണല്ലോ താങ്കളുടെ പ്രതികരണം ഫേസ്ബുക്ക് വഴിയും അല്ലാതെയൊക്കെ വരുന്നത്. ഞങ്ങൾ ഫേസ്ബുക്കൊക്കെ ഒന്ന് പരിശോധിച്ചു, അവിടെ ഒന്നും ഒരു പ്രതികരണമില്ല. എല്ലാം അടച്ചുപൂട്ടി, കടയും അടച്ച് വീട്ടിൽ പോയിരിക്കുകയാണ്. താങ്കൾ മൗനം വെടിയണം. താങ്കൾക്ക് വലിയ കാര്യം ഇതിനകത്ത് പറയാനുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായമെന്നറിയാൻ മറ്റൊരു പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. സന്ദീപ് വാര്യരെ എന്താണ് ഈ വിഷയത്തിൽ പറയുവാനുള്ളത്? കാരണം ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ താങ്കൾ എല്ലാ സ്ഥലത്തെ പുഴുക്കുത്തുകളെയും മാറ്റാൻ നടക്കുന്ന ഒരാളായതുകൊണ്ടാണ്. അല്ലാതെ കോൺഗ്രസിൽ ചേർന്നതുകൊണ്ടോ BJP വിട്ടതുകൊണ്ടോ ഒന്നുമല്ല ചോദിക്കുന്നത്. താങ്കൾ പുഴുക്കുത്ത് കണ്ടാൽ ഉടൻ അഭിപ്രായപ്പെട്ട് കളയും. അങ്ങനെ ഒരു സാത്വികനാണ് താങ്കൾ ഇന്ന്. അതുകൊണ്ടാണ് ചോദിച്ചത്, എവിടെയാണ് സന്ദീപ് വാര്യർ? നിങ്ങൾ വാ തുറക്കുക, നിങ്ങളുടെ അഭിപ്രായം കേരള സമൂഹം കേൾക്കട്ടെ. താങ്കളും കൂടി ജയിപ്പിച്ച, താങ്കൾ മാറിക്കൊടുത്ത് താങ്കളും കൂടി ജയിപ്പിച്ച ഒരു MLA ആണ് ഇന്ന് പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുന്നത്. താങ്കൾക്ക് പറയാനുള്ളത് കേരളത്തിന് കേൾക്കാൻ താല്പര്യമുണ്ട്.